ഹലോ ഗേയ്സ്, ഗുഡ് മോർണിംഗ്. അങ്ങനെ ഇന്ന് സന്തോഷത്തോട് കൂടിയിട്ട് കുളിച്ചൊരുങ്ങി എങ്ങോട്ട് പോകുന്നു എന്നല്ലേ വഴിയേ പറയാം. അതിന് മുൻപായിട്ട് ഇത് ഞാൻ റീലിന് വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ എവിടെയെങ്കിലും പുറത്തോട്ട് പോകുന്നതിന് മുൻപായിട്ട് ഓട്ടപ്പാച്ചിലൊന്നും അല്ലെങ്കിൽ, ഓട്ടപ്പാച്ചിലാണെങ്കിൽ ആകെ ലിഫ്റ്റിൽ നിന്നായിരിക്കും 2-3 ഫോട്ടോസോ വീഡിയോസോ കിട്ടുക. അതല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ പോകുന്നതിന് മുൻപായിട്ട് ഒരു ചെറിയൊരു റീലിന് വേണ്ടി ഒരു 1 മിനിറ്റിൻ്റെ ഒരു വീഡിയോ എടുക്കും. അങ്ങനെ എടുത്തതാട്ടോ ഇത്. പോകുന്നത് ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ പറയാം. പിന്നെ മാത്രമല്ല, എനിക്ക് വ്യക്തിപരമായിട്ട് ഈ സൂര്യപ്രകാശത്തിൽ നിൽക്കുമ്പോൾ എപ്പോഴും ഒരു സ്കിന്നിന് ഒരു പ്രത്യേക ഒരു ഗ്ലോ കിട്ടുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. ഈ ഫോട്ടോസിലും വീഡിയോസിലും ഒക്കെ അത് കുറച്ചുകൂടി ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് എനിക്കത് കാണാറുണ്ട് കേട്ടോ. ഈ പ്രകൃതിദത്തമായിട്ട് വെളിച്ചത്തിന് ഒരു പ്രത്യേക ഭംഗിയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഇന്ന് എങ്ങോട്ട് പോകുന്നു എന്നുള്ളതല്ലേ. ഇന്ന് പൊന്നൂൻ്റെ ഒരു പുതിയ സ്കൂളിൽ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മളിങ്ങനെ ഇന്ന് ഇറങ്ങുന്നത്. സത്യത്തിൽ അഡ്മിഷൻ കിട്ടുമോ ഇല്ലേ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു ഉറപ്പുമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത് ചെറിയൊരു വീഡിയോ മാത്രമാണ്, ഞാൻ കൂടുതൽ വീഡിയോസൊന്നും ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. കാരണം എടുക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ലേ ഇരുന്ന്. പതിവ് പോലെ ഒരു റീലിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സോങ് കയറ്റിയിട്ട് ഒരു റീലിന് വേണ്ടിയിട്ടുള്ള കുറച്ച് വീഡിയോസിന് വേണ്ടി മാത്രം ഇത് എടുത്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അണ്ടർഗ്രൗണ്ടിലെത്തിയപ്പോഴത്തേക്കും നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് 2 വർഷമായിട്ട് നമ്മുടെ സുഖത്തിലും ദുഃഖത്തിലും കൂടെയുള്ള നമ്മളുടെ സുന്ദരക്കുട്ടി റെഡിയായി കഴിഞ്ഞു. കുളിച്ചൊരുങ്ങി റെഡിയായി കഴിഞ്ഞു. ഈ അഡ്മിഷൻ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് പൊന്നുവിൻ്റെയും പാരൻ്റായ എൻ്റെയും ഇൻ്റർവ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ആ സമയമൊക്കെ ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇൻ്റർവ്യൂ കഴിഞ്ഞ് അഡ്മിഷന് എലിജിബിൾ ആണെന്ന് അറിഞ്ഞപ്പോഴാണ് ശരിക്കും ഒരു സമാധാനം തോന്നിയത്. പൊന്നൂൻ്റെ പഠനയാത്രയെക്കുറിച്ച് പറയുകയാണെങ്കിൽ LKG UKG ഒക്കെ അവൾ ICSE സിലബസ് ആയിരുന്നു. അതിനുശേഷം CBSEയിലോട്ട് മാറി. പിന്നെ ഇപ്പോഴും ജീവിതത്തിലൊരു പ്രധാന ഘട്ടത്തിലേക്ക് അവൾ കടക്കുകയാണ്. ഓരോ കുട്ടിയും അവരുടെയൊക്കെ പഠനയാത്ര വ്യത്യസ്തമായിരിക്കും. മാർക്കുകൾ മാത്രമല്ല, അവരുടെ കഴിവുകളും ആത്മവിശ്വാസവും സ്വപ്നങ്ങളും കൂടിയാണ് ഭാവി നിർണ്ണയിക്കുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് പ്രതീക്ഷയും ആശ്വാസവും ഒക്കെ നൽകിയൊരു ദിവസമായിരുന്നു. ഇനി മുന്നോട്ടുള്ള യാത്രയും കൂടുതൽ ഒരുപാട് മനോഹരമാകട്ടെ എന്ന് ഞാൻ ശരിക്കും പ്രാർത്ഥിക്കുന്നു. ചോയ്സ് സ്കൂൾ പോലൊരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് പുലർത്തുന്ന ഒരു സ്കൂളിൽ പൊന്നൂന് വേണ്ട സ്നേഹവും കരുതലും പിന്തുണയും ഒക്കെ ലഭിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. ഓരോ കുട്ടിയെയും പ്രത്യേകം മനസ്സിലാക്കി അവരുടെ കഴിവുകൾ വളർത്തിയെടുക്കാൻ സഹായിക്കുന്ന ഒരു അന്തരീക്ഷമാണ് ഞാൻ അവിടെ കണ്ടത്. അതുകൊണ്ട് തന്നെ ഒരു പാരൻ്റ് എന്ന നിലയിൽ ഞാൻ ഏറെ പ്രതീക്ഷയോടെയും സന്തോഷത്തോടെയൊക്കെയാണ് ഇവിടെ നിന്ന് മടങ്ങുന്നത്. അങ്ങനെ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് നമ്മുടെ സ്ഥിരം സ്പോട്ടായ ആര്യാസിലേക്കാണ്. അത്രയും നേരത്തെ ടെൻഷനും ഓട്ടപ്പാച്ചിലും ഒക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് സമയം റിലാക്സ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുമിച്ചിരുന്ന് വിശേഷങ്ങൾ പറയാനും ഒരു നല്ലൊരു സ്ഥലമായിരുന്നു അത്. ഈ ദിവസത്തിലെ എല്ലാ ആശങ്കകളൊക്കെ മാറി കുറച്ച് സമയം മനസ്സമാധാനത്തോടെ അവിടെ ഇരിക്കാനും പറ്റി. അപ്പോഴാണ് എൻ്റെ അടുത്തൊരു സുഹൃത്ത് സുദീപേട്ടനെ അവിടെ യാദൃശ്ചികമായിട്ട് കണ്ടത്. അങ്ങനെ അവൾ പോയി സംസാരിച്ചപ്പോൾ ഞാനും അങ്ങനെ പോയി പുള്ളീനോട് സംസാരിച്ചു. അങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ സന്തോഷത്തോട് കൂടിയിട്ട് ഒരു കപ്പ് ചായയും നെയ് റോസ്റ്റൊക്കെ കഴിച്ച് അഡ്മിഷൻ ഫോമൊക്കെ വാങ്ങി തിരിച്ച് സന്തോഷത്തോടു കൂടി ഇറങ്ങി.